മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മളെല്ലാവരും ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ അവൻ്റെ സ്നേഹത്തിലേക്കായിരിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുക. ഓരോ പ്രഭാതത്തിലും പുതിയതായ സ്നേഹത്താൽ ദൈവം നമ്മെ നിറയ്ക്കുന്നു. ആത്മീയതയിൽ വളരുവാൻ അവൻ നമ്മെ അനുഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതങ്ങളിൽ വരുന്ന ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകി മറ്റൊരു ദിവസം കൂടെ നൽകിയിരിക്കുകയാണ്. കർത്താവിന് നന്ദി പറയാം. നന്ദിയുള്ള ഹൃദയത്തോടെ ഈ പ്രഭാത വിരുന്ന് എന്ന ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് പ്രത്യേകമായി യുവതി യുവാക്കളെ എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരുടെ എല്ലാം ജീവിതങ്ങളിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാവാൻ, യേശു കേന്ദ്രീകൃതമായ ജീവിതം ഈ ലോകത്തിൽ ജീവിക്കുവാൻ തക്കവിധം എല്ലാ യുവതി യുവാക്കന്മാരെയും അനുഗ്രഹിക്കണമേ എന്ന നിയോഗത്തോടെ ഇന്ന് നമ്മൾ അവർക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളും അനുഗ്രഹിക്കപ്പെടുവാനായി നല്ല ഭാവിക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മുടെ ശുശ്രൂഷകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥം നമുക്ക് യാചിക്കാം. ഈ ശുശ്രൂഷയിൽ വലിയൊരു ദൈവിക ഇടപെടൽ ഉണ്ടാവാനായി പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കണമേ. വചനം ശ്രവിക്കുവാൻ, വചനത്തിൽ തീക്ഷ്ണതയുള്ളവരാവാൻ, വചനം സ്വീകരിക്കുവാൻ, വചനമനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിലെ ഓരോരുത്തരിലും വന്ന് നിറയണമേ എന്ന പ്രാർത്ഥനയോടെ പരിശുദ്ധാത്മാവായ ദൈവത്തോട് ചേർന്ന് പ്രാർത്ഥിച്ച് നമുക്ക് വചനം സ്വീകരിക്കുവാനായി ഒരുങ്ങാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 6-ാം അധ്യായം 14-ാം തിരുവചനം. ഹെബ്രായ ലേഖനം 6:14. നിശ്ചയമായും നിന്നെ ഞാൻ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും. നിശ്ചയമായും നിന്നെ ഞാൻ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇത് ദൈവമായ കർത്താവിൻ്റെ വാഗ്ദാനമാണ്. തീർച്ചയായും നിനക്ക് അനുഗ്രഹമുണ്ട്. നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ഞാൻ വർദ്ധിപ്പിക്കും. അപ്പോൾ പ്രിയപ്പെട്ടവരെ,
കർത്താവ് ഓരോ മനുഷ്യനെയും ഈ ഭൂമിയിൽ എന്തിനു വേണ്ടി സൃഷ്ടിച്ചു എന്ന് ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ്. അനുഗ്രഹിക്കപ്പെടാൻ, വളർന്ന് വർദ്ധിച്ച് ദൈവത്തിനു വേണ്ടി ജീവിക്കാൻ. അതിനു വേണ്ടിയിട്ടാണ് ഈ ലോകത്തിൽ ദൈവം നമ്മെ എല്ലാം സൃഷ്ടിച്ചത്. അതാണ് ദൈവമായ കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം അവരോട് പറഞ്ഞു, നിങ്ങൾ വർദ്ധിച്ചു പെരുകണം, നിങ്ങൾ വർദ്ധിച്ചു പെരുകണം, നിങ്ങളുടെ ജീവിതത്തിൽ കൃപകളാൽ നിങ്ങൾ നിറയണം. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 29:6 നമ്മൾ കാണും, നിങ്ങൾ വർദ്ധിച്ചു പെരുകി നിങ്ങളുടെ സംഖ്യ ഒരിക്കലും കുറഞ്ഞു പോകരുത് എന്ന്. വർദ്ധിച്ചു പെരുകണം നിങ്ങൾ, നിങ്ങളുടെ സംഖ്യ ഒരിക്കലും കുറഞ്ഞു പോകരുത്. അതായത് ദൈവസന്നിധിയിൽ എല്ലാവരും ജീവനുള്ളവരായി തീരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത്. വർദ്ധിച്ചു പെരുകുക എന്ന് പറയുമ്പോൾ നമ്പർ മാത്രം കൂടുന്നതിനെക്കുറിച്ച് മാത്രമല്ല, എല്ലാ കാര്യങ്ങളിലും ഐശ്വര്യത്തിലും കൃപയിലും വളരുന്നവരായി നാം മാറുമ്പോഴാണ് വർദ്ധിച്ചു പെരുകുക എന്നതിൻ്റെ ആ ഒരു പൂർത്തീകരണം സംഭവിക്കുന്നത്. അതിനെക്കുറിച്ച് തന്നെയാണ് കർത്താവ് പഠിപ്പിക്കുന്നതും. നിശ്ചയമായും നിന്നെ ഞാൻ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഈ വർദ്ധിപ്പിക്കുന്നതും അനുഗ്രഹിക്കുന്നതും ഒരു മനുഷ്യനല്ല, അതൊരു മനുഷ്യൻ്റെ കഴിവല്ല, മറിച്ച് അത് ദൈവം മനുഷ്യന് നൽകുന്ന അനുഗ്രഹത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. അനുഗ്രഹിക്കപ്പെടുക, വർദ്ധിച്ചു പെരുകുക എന്ന് പറയുമ്പോൾ അത് ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്ന ഒരു കാര്യത്തിൻ്റെ, ഒരു അനുഗ്രഹത്തിൻ്റെ ഭാഗം മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാം ജീവിതങ്ങളിൽ, നമ്മുടെ എല്ലാം കുടുംബങ്ങളിൽ ഈ ഒരു ആത്മീയമായ ബോധ്യം എല്ലാവരിലും നിറയുമ്പോഴാണ് ശരിയായ അനുഗ്രഹത്തിന് ഉടമസ്ഥരായി നമ്മൾ മാറുന്നത്. വർദ്ധിച്ചു പെരുകുക എന്ന് പറയുമ്പോൾ കൃപകളിൽ വർദ്ധിക്കണം, അനുഗ്രഹങ്ങളിൽ വർദ്ധിക്കണം, ആത്മീയതയിൽ വർധനം ഉണ്ടാവണം, വ്യക്തിബന്ധങ്ങളിൽ വർധനം ഉണ്ടാവണം. അതായത് ഒരു ഊഷ്മളത എല്ലാ മേഖലകളിലേക്കും കടന്നു വരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. പരിശുദ്ധ വചനത്തിൽ തിമോത്തിയോസ് എഴുതിയ 1 ലേഖനം 6:6, തിമോത്തിയോസ് 1:6 വചനം ഇപ്രകാരമാണ് പറയുന്നത്, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ്. വർദ്ധിച്ചു പെരുകുക എന്ന് പറയുമ്പോൾ ഇതിന് മറ്റൊരു തലമാണിത്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക, ഉള്ളതുകൊണ്ട് സന്തോഷിക്കുക, ഉള്ളതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുക. അപ്പോഴാണ് അധികമായി നൽകപ്പെടുന്നത്. പലപ്പോഴും മനുഷ്യൻ്റെ ചിന്തയും മനുഷ്യൻ്റെ സ്വഭാവവും മനുഷ്യൻ്റെ പ്രത്യേകതയും എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യൻ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല, മറിച്ച് മനുഷ്യൻ പലപ്പോഴും സ്വാർത്ഥതയാൽ നിറഞ്ഞ് കൂടുതൽ കൂടുതൽ വേണമെന്ന ആഗ്രഹത്തിൽ സ്വാർത്ഥതയ്ക്ക് അടിമപ്പെട്ട് ജീവിക്കുന്നവനായി തീരുകയാണ്. അവിടെയാണ് ദൈവമായ കർത്താവ് വചനത്തിലൂടെ പറയുന്നത്, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നതിന് ദൈവഭക്തി അത് വലിയൊരു നേട്ടമാണ്. ദൈവഭക്തി ഉള്ളവർക്കേ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ പറ്റൂ. എനിക്കിത് മതി, കർത്താവെ ഇത്രയും നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈ നന്ദിയുടെ മനോഭാവമാണ് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുമ്പോൾ ഒരു വ്യക്തിയിൽ രൂപപ്പെടുന്നത്. നന്ദിയുടെ മനോഭാവമാണ്, കൃതജ്ഞതയുടെ മനോഭാവമാണ്. അത് ഒരു വ്യക്തിയിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ സാധിക്കും, ഉള്ളതിനെ ഓർത്ത് നന്ദി പറയാൻ സാധിക്കും, ഉള്ളതിൽ ആത്മസംതൃപ്തി അനുസരിച്ച് ദൈവത്തിന് മഹത്വപ്പെടുത്തി ദൈവത്തോട് ചേർന്ന് നിന്ന് കൃപയിൽ വളരാനായിട്ട് സാധിക്കും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, വർദ്ധിച്ചു പെരുകണം. ഒരിക്കലും നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കും, നിങ്ങളെ ഞാൻ വർദ്ധിപ്പിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ ഒരു വാഗ്ദാനമായത്. കർത്താവ് ചെയ്ത ഈ വാഗ്ദാനത്തിൽ പൂർണ്ണമായും ആഴപ്പെട്ട് ജീവിക്കുമ്പോൾ തീർച്ചയായും അത് നമ്മുടെ എല്ലാ ജീവിതങ്ങളിൽ ശക്തമായ ഒരു ദൈവിക ഇടപെടലായി തീരും.
ഓരോ ദിവസവും ഈ വാഗ്ദാനം നമുക്ക് ഓർക്കാം. നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കും, നിങ്ങളെ ഞാൻ വർദ്ധിപ്പിക്കും. നാം പോകുന്നിടത്തെല്ലാം അനുഗ്രഹമായി കർത്താവ് ഉണ്ടാവും. നമുക്ക് മുൻപിൽ അവൻ നമ്മെ നടത്തും, നമുക്ക് പിന്നിൽ നിന്ന് നമ്മെ സംരക്ഷിക്കും, നമ്മുടെ സൈഡിൽ നിന്ന് അവൻ നമ്മെ താങ്ങിക്കൊള്ളും. ഒരു മേഖലയിലും വീഴാതെ, ഒരു മേഖലയിലും ആകുലപ്പെടാതെ, ഒരു മേഖലയിലും അധപതിക്കാതെ ദൈവത്തിൻ്റെ ഈ ഒരു പരിപാലന നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കും. ഓരോ പ്രഭാതവും അതിൻ്റെ ഒരു അടയാളമാണ്. അവൻ നമ്മോടൊത്തുണ്ട് എന്നതിൻ്റെ അടയാളം, അവൻ നമ്മെ അനുഗ്രഹിക്കുന്നുണ്ട് എന്നതിൻ്റെ അടയാളം, അവൻ തന്നെ വർദ്ധിപ്പിക്കുന്നു എന്നതിൻ്റെ അടയാളം. അതാണ് ഓരോ പ്രഭാതവും നമ്മൾ വിളിച്ചോതുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതത്തിലും നമ്മുടെ ജീവിതങ്ങളെ കർത്താവിന് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അനുഗ്രഹദാതാവായ ദൈവത്തിൽ ആശ്രയിക്കാം. ദൈവത്തോട് ചേർന്ന് നിന്ന് കൃപകൾ സ്വീകരിക്കുവാൻ കർത്താവേ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി എല്ലാ നിയോഗങ്ങളും ദൈവസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. വ്യക്തിപരമായ ആവശ്യങ്ങൾ കർത്താവിന് സമർപ്പിക്കാം. കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ സമർപ്പിക്കാം. നമ്മുടെ ജീവിത മേഖലകളിൽ ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ആ മേഖലകളെല്ലാം ഈശോയ്ക്ക് സമർപ്പിച്ച് കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകമായി നമ്മുടെ എല്ലാ വിശുദ്ധരെയും മധ്യസ്ഥ സഹായം അപേക്ഷിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ഇടവകയുടെ വിശുദ്ധനെ നമുക്ക് ഓർക്കാം. ആ ഇടവകയുടെ വിശുദ്ധരുടെ പ്രത്യേകമായിട്ടുള്ള മധ്യസ്ഥതയിൽ ഇന്നേ ദിവസം അനുഗ്രഹമായി തീരാൻ കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഇന്ന് പ്രത്യേകമായി നമ്മൾ സമർപ്പിക്കുന്ന നിയോഗം, എല്ലാ യുവതി യുവാക്കളും അവരുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ, ദൈവസ്നേഹത്തിൽ വളരാൻ, ആത്മീയതയിൽ വളരുവാൻ കൃപ ചൊരിയണമേ കർത്താവേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യുവതി യുവാക്കന്മാരുടെ മേൽ കരുണയുണ്ടാവാനായി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ മരിയം കൂടാരങ്ങളിലൊക്കെ ആയിരുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമ്മോട് ചേർന്ന് നിന്ന് ദൈവിക മഹത്വത്തിനു വേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുന്ന അനേകരുണ്ട്. അവരോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. സാധിക്കുന്നവരെല്ലാം ഒരു ജപമാലയോ ഒരു കരുണ ജപമാലയോ അല്ലെങ്കിൽ വചനം പറഞ്ഞുള്ള പ്രാർത്ഥനയോ ഏത് രീതിയിലായാലും ഇന്നേ ദിവസം മരിയം കൂടാരങ്ങളിലൊക്കെ ആയിരിക്കുന്നവരോട് ചേർന്ന് നമ്മളും പ്രാർത്ഥിക്കുവാനായിട്ട് പ്രഭാതത്തിൽ പരിശ്രമിക്കാം. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മെയും നമ്മുടെ ജീവിതത്തെയും ധാരാളമായി അനുഗ്രഹിക്കും. എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കാം. അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തന മേഖലകൾ അനുഗ്രഹിക്കപ്പെടാനായിട്ട് സമർപ്പിക്കാം. എളിമയിൽ വളരുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ നിയോഗങ്ങളും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്കെല്ലാവർക്കും കർത്താവിൻ്റെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങാം.
തവ തിരുപാദമെന്നാശ്രയം ജീവിതത്തിൽ തവ തിരുപാദമെന്നാശ്രയം ജീവിതത്തിൽ കൃപ ചൊരിയൂ നാഥ യേശുവേ കരുണയിൻ സാഗരമേ കരുണയിൻ സാഗരമേ കൃപ ചൊരിയൂ നാഥ യേശുവേ കരുണയിൻ സാഗരമേ കരുണയിൻ സാഗരമേ വയലിലെ പൂ വാടിപ്പോകും നശ്വരമാമി ജീവിതം വയലിലെ പൂ വാടിപ്പോകും നശ്വരമാമി ജീവിതം യാഹേ നിൻ സന്നിധി അതു മതി എനിക്കെന്നും പുലരുവനീ മഹിയിൽ യാഹേ നിൻ സന്നിധി അതു മതി എനിക്കെന്നും പുലരുവനീ മഹിയിൽ പുലരുവനീ മഹിയിൽ മരുവിലെ വേഴാമ്പൽ പോൽ ഞാൻ ദിനവും ആർത്തനയെന്നെന്നും നിൻ സവിധേ മരുവിലെ വേഴാമ്പൽ പോൽ ഞാൻ ദിനവും ആർത്തനയെന്നെന്നും നിൻ സവിധേ ചൊരിയണമേ നിൻ അനുഗ്രഹമെന്നിൽ സ്നേഹമാം വർഷമായി ചൊരിയണമേ നിൻ അനുഗ്രഹമെന്നിൽ സ്നേഹമാം വർഷമായി സ്നേഹമാം വർഷമായി തവ തിരുപാദമെന്നാശ്രയം ജീവിതത്തിൽ തവ തിരുപാദമെന്നാശ്രയം ജീവിതത്തിൽ തിരുസഭയോട് ചേർന്ന് നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. മാർപ്പാപ്പയോട്, മെത്രാന്മാരോട്, കർദിനാളന്മാരോട്, വൈദികരോട്, സമർപ്പിതരോട്, ദൈവജനത്തോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയോടെ ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എല്ലാവർക്കും അനുഗ്രഹത്തിൻ്റെ ഒരു ദിവസം ആശംസിക്കുന്നു. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.